ഗുഡ് മോർണിംഗ്. കുഞ്ഞുമക്കളെല്ലാവരും പഠിക്കാൻ റെഡിയായല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഭാഗമൊക്കെ വീട്ടിലിരുന്ന് പഠിച്ചല്ലോ. വായിച്ചു നോക്കി, എഴുതിയും പഠിച്ചു. ശരിയല്ലേ? എല്ലാവരും വായിച്ചും എഴുതിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ. എങ്കിൽ നമുക്ക് പുതിയ പാഠഭാഗം പഠിക്കണ്ടേ? പഠിക്കണം അല്ലേ? പഠിപ്പിക്കുന്ന ഭാഗങ്ങള് അന്നന്ന് വായിച്ചും എഴുതിയും പഠിക്കണം. പിന്നെ തരുന്ന നോട്ടുകള് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി നിങ്ങൾക്ക് വിശദമാക്കി തരാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം ആ സംശയം അങ്ങ് മാറിക്കൊള്ളും. ഓൺലൈൻ വിദ്യാഭ്യാസമൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നില്ലെങ്കില് നിങ്ങള് ഗ്രൂപ്പില് ആ വിവരം അറിയിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോഴ് വായിച്ചു പഠിക്കുക, എഴുതി പഠിക്കുക, അക്ഷരത്തെറ്റില്ലാതെ പഠിക്കുക. ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. വീട്ടിലിരുന്നുള്ള പഠനം തന്നെയല്ലേ? അപ്പൊ എഴുതിയും തിരുത്തിയും വീണ്ടും എഴുതിയും ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ അക്ഷരത്തെറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ നിങ്ങൾക്കുണ്ടാവത്തില്ല. പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച് നിർത്തിയത് എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? തുണ്ടുമേഘങ്ങൾ ആകാശത്തുകൂടി പറക്കുന്നത് കണ്ടാല് വെള്ളക്കൊറ്റികൾ പറന്നു പോവുകയാണ് എന്ന് തോന്നും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പോഴതിന്റെ ബാക്കി പഠിക്കണ്ടേ? ആരാ ഇതൊക്കെ കാണുന്നത്? ഈ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുന്നത് ആരാണ്? സീതാദേവി. അപ്പൊ സീതാദേവി വനത്തിന്റെ ഭംഗി അങ്ങനെ ആസ്വദിക്കുകയാണ്. ആസ്വാദനമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കിയിലേക്ക് നമ്മള് വരികയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റും ബുക്കും പേനയും ഒക്കെ ആയിട്ട് ടീച്ചർ വായിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാനും തയ്യാറായിട്ടിരിക്കണം കേട്ടോ. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാക്കി പാഠഭാഗം ഒന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി പുസ്തകത്തില് നോക്കിയിരിക്കുക. ഓരോ വരിയുടെയും അടിയിലൂടെ ഇങ്ങനെ വിരൽ ചൂണ്ടി വേണം വായിക്കുന്നത് ശ്രദ്ധിക്കാൻ. എന്നാ തുടങ്ങാം. എന്നാ ശരി. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു നിർത്തിയത് കനം കുറഞ്ഞമ്പരത്തിൽ അതിദൂരത്തിൽ വെൺമുകിൽ കാറ്റിൽ പറന്നു പോകുന്നു വെള്ളക്കൊറ്റികൾ പോലവേ എന്നാണ്. അതായത് വനത്തിനുള്ളിലൂടെ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ മേഘങ്ങൾ ദൂരേക്ക് പറന്നു പോകുന്നത് കണ്ടാൽ വെള്ളക്കൊറ്റികൾ എന്ത് പറന്നു പോകുന്നത് പോലെയാണ് തോന്നുന്നത്? വെള്ളക്കൊറ്റികൾ. കൊറ്റി എന്ന് പറഞ്ഞാല് കൊക്കുകൾ. അപ്പോൾ വെളുത്ത കൊക്കുകൾ കൂട്ടമായിട്ട് പറന്നു പോകുന്നത് പോലെയാണ് ചെറിയ തുണ്ടുമേഘങ്ങൾ ആകാശത്തിലൂടെ പറന്നു പോകുന്നത്. അത് കണ്ടാൽ അപ്രകാരമാണ് തോന്നുന്നത്. ഇത് ആർക്ക് തോന്നുന്നതാണ്? ആരാണ് ഈ കാഴ്ച കണ്ടത്? സീതാദേവി അല്ലേ? സീതാദേവിയാണ് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നത്. അല്ലെങ്കിൽ വനത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് മുന്നേറുന്നത് സീതാദേവിയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചതില് സീതാദേവി വനഭംഗി കണ്ടുപോകുന്നു. പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പൂമ്പാറ്റ പറന്നു പോകുന്നത് പോലെയാണ് സീതാദേവി പറന്ന് നടക്കുന്നത്. അങ്ങനെ കാണുന്ന കാഴ്ചകളാണ് ഈ വർണ്ണിച്ചത് ഒക്കെയും. അപ്പോൾ സീതാദേവിയുടെ കാഴ്ചപ്പാട് നമ്മളുടെ കൺമുൻപിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം മേഘങ്ങളെയാണ് കാണുന്നത്. ഇനി എന്താണ് സീതാദേവി കാണുന്നത് എന്ന് നോക്കാം. നോക്കുക എത്ര മനോരമ്യം കാന്ത നിന്നുടൽ പോലഹു നീലോൽപലവനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം. നോക്കുക എത്ര മനോരമ്യം. നോക്കുക എത്ര മനോരമ്യം. നോക്കുക എത്ര എന്ന് പറഞ്ഞാൽ നോക്കുക അധികം എത്ര. അതായത് എന്തൊരു ഭംഗിയാണെന്ന്. മനോരമ്യം
മനോരമ്യം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. നോക്കുക എത്ര മനോരമ്യം. ആരോടാ പറഞ്ഞത്? യോ എന്തു ഭംഗിയാണ് ഈ കാണുന്നത്. കാന്ത, കാന്തനോടാണ് പറഞ്ഞ. കാന്തനോട്. കാന്തൻ എന്ന് പറഞ്ഞാൽ ആരാ? കാന്തൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നാണ് അർത്ഥം. കാന്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഭർത്താവ്. അപ്പോൾ സീതാദേവി ആരോടാ ഈ പറയുന്നത്? സീതാദേവിയുടെ ഭർത്താവിനോട്. ഭർത്താവ് എന്നതിന് പകരമുള്ള വാക്ക് ഏതാണ് ഈ പഠിച്ചെടുത്ത്? കാന്തൻ. കാന്തൻ, ഭർത്താവ്. കേട്ടോ? അപ്പോൾ സീതാദേവി തൻ്റെ ഭർത്താവിനോടാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നോക്കുക എത്ര മനോരമ്യം. അവൾക്കാണ് ആ കാടിൻ്റെ ഭംഗി അത്രമേൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഭർത്താവിനോട് പറഞ്ഞത്, അല്ലയോ ഭർത്താവേ, നോക്കുക എത്ര മനോരമ്യം, എന്തു ഭംഗിയാണ്. എന്താണ് ഇത്രമേൽ ഭംഗിയായിട്ട് ഇപ്പോൾ പറയുന്നത് നോക്കിക്കേ. നിന്നുടൽ പോലഹോ. നിന്നുടൽ. നിന്നുടൽ എന്ന് പറഞ്ഞാൽ നിന്റെ ഉടൽ. ഉടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലേ? ഉടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം. നോക്കുക എത്ര മനോരമ്യം. കാന്ത നിൻ ഉടൽ പോലഹോ. നിന്റെ ഉടൽ പോലെയാണെന്ന്. നിന്റെ ഉടൽ പോലെ എന്ത്? നീലോൽപല വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം. നീലോൽപല വനം. നീലോൽപലം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളം എന്നാണ് അർത്ഥം, കേട്ടോ? നീലോൽപലം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയണ്ടേ? നീലോൽപലം. നീലോൽപലം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കരിങ്കൂവളം എന്നാണ്. നീലത്താമര എന്ന് പറയും. ഈ നീലോൽപലത്തിന് കരിങ്കൂവളം അല്ലെങ്കിൽ നീലത്താമര എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ നീലത്താമരയുടെ നിറമാണ് ശരിക്കും ആരുടെ നിറം? നീലോൽപലാഭ ഉള്ള ആളാണ് ശ്രീരാമൻ. ശ്രീരാമൻ്റെ നിറമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ശ്രീരാമൻ ആരുടെ അവതാരമാണ്? ശ്രീരാമൻ ആരുടെ അവതാരമാണ്? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. മഹാവിഷ്ണുവിന് എത്ര അവതാരങ്ങളാണുള്ളതെന്നറിയാമോ? 10 അവതാരം, കേട്ടോ? ദശാവതാരം. ആ 10 അവതാരങ്ങളുടെ പേര് ഇപ്പോൾ ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിലൊന്നും നിൽക്കില്ല. ആ 10 അവതാരങ്ങളിൽ ഒരാളാണ് ശ്രീരാമൻ. മത്സ്യകൂർമ്മവരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ദി തേദശ എന്നാണ് പറയുന്നത്. അപ്പോൾ രാമോ രാമശ്ച രാമശ്ച എന്ന് പറയുന്നിടത്ത് ശ്രീരാമനും പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ 3 രാമന്മാരാണ്, കേട്ടോ? അതിൽ ശ്രീരാമൻ എന്ന് പറയുന്ന ഈ ശ്രീരാമൻ, സീതയുടെ ഭർത്താവായ ശ്രീരാമൻ, അയോധ്യാധിപതിയായ ശ്രീരാമൻ അല്ലെങ്കിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരവും കൂടി ആണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നീലത്താമരയുടെ നിറമാണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് നീലോൽപലത്തോട് അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഉപമിച്ചിരിക്കുന്നതും. ഇവിടെ നീലോൽപല വനം, നീലോൽപല വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം, കരിങ്കൂവളപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം. ചുരുക്കി പറഞ്ഞാൽ ശ്രീരാമൻ്റെ ദേഹം പോലെ മനോഹരമായ വനവും, അല്ലേ? വനത്തിനൊരു ഇരുളിമയാണ്. ശ്രീരാമൻ്റെ ദേഹത്തിനുമുണ്ട് ഈ ഇരുളിമ, അല്ലേ? നീല നിറം, നീലക്കാർവർണ്ണൻ എന്നൊക്കെ പറയുമല്ലോ. ആ കാർവർണ്ണൻ ആരാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ
ഒരേ ശക്തിയുടെ അവതാരങ്ങൾ തന്നെയാണ്, പല അവതാരങ്ങളാണ്. അപ്പോൾ നീലോൽപല വർണ്ണനായ ശ്രീരാമനെ പോലെ നമ്മുടെ നല്ല കറുത്തിരുണ്ട് നിൽക്കുന്ന വനം വൃക്ഷങ്ങളൊക്കെ പച്ചയാണെങ്കിലും പച്ച പിടിച്ച വൃക്ഷങ്ങൾ കൂടി നിന്ന് കഴിയുമ്പോൾ അതിനുണ്ടൊരു ഇരുളിമ അല്ലേ? അതേ നിറമുള്ള കാട്. ആ കാടിനിടയിലൂടെ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്തു ഭംഗിയാണ് ആ ആകാശം കാണുവാൻ എന്നാണ് സീത പറയുന്നത്. നോക്കുക എത്ര മനോരമ്യം കാന്ത നിന്നുടൽ പോലഹോ. നീലോൽപല വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം. ഈ വനത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകാശം എന്തു ഭംഗിയാണ്, നിന്റെ ഉടൽ പോലെ ശോഭിക്കുന്നു. ശ്രീരാമൻ്റെ ഉടലും മനോഹരമാണ്, അതേപോലെ ഈ വനപ്രദേശവും മനോഹരമാണ്, ആകാശദേശവും മനോഹരമാണ്. അപ്രകാരം കാടിൻ്റെ ഭംഗി, ശ്രീരാമദേവൻ്റെ ഉടലിൻ്റെ ഭംഗി, കാട്ടിലൂടെ കാണുന്ന ആകാശത്തിൻ്റെ ഭംഗി, ഈ ഭംഗികളെല്ലാം സീതാദേവി വളരെ മനോഹരമായി ആസ്വദിക്കുന്നു. ഒന്നുകൂടി നോക്കിക്കോളൂ. നോക്കുക എത്ര, അതാണ് നോക്കുക എത്ര എന്ന് വന്നിരിക്കുന്നത്. നോക്കുക എത്ര മനോരമ്യം കാന്ത നിന്നുടൽ പോലഹോ. നീലോൽപല വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം. നീലോൽപലവനം, നീലോൽപലം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളം, കരിങ്കൂവളപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം എന്ത് ശോഭയാർന്നതാണ് അല്ലയോ കാന്ത, നിന്റെ ശരീരം പോലെ മനോഹരമാണതും. ശ്രീരാമദേവനെ പോലെ സൗന്ദര്യത്തോടു കൂടി ഈ കാടും കാടിൻ്റെ മുകളിലുള്ള ആകാശവും സീതാദേവിക്ക് അനുഭവപ്പെടുന്നു. മനസ്സിലായോ? ഇനി നോക്കിക്കേ, മനോരമ്യം എന്ന് പറഞ്ഞാൽ മനസ്സിനെ രമിപ്പിക്കുന്നത്, അല്ല എങ്കിൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഇനി നീലോൽപലം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളം എന്നാണ് അർത്ഥം. നഭസ്ഥലം, നഭസ് എന്ന് പറഞ്ഞാലോ, നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം, നഭസ്ഥലം എന്ന് പറഞ്ഞാൽ ആകാശമാകുന്ന ഇടം, അത്രയുമേ അർത്ഥമാക്കുന്നുള്ളൂ. നഭസ്ഥലം എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് തന്നെയാണ് അർത്ഥം. വനത്തിനുള്ളിലൂടെ മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശവും ഭംഗിയുള്ളതാണ്, വനവും ഭംഗിയുള്ളതാണ്, സീതാദേവിയുടെ കാന്തനും ഭംഗിയുള്ളതാണ് അല്ലേ? എല്ലാ സൗന്ദര്യവും കൂടി ഒന്നിച്ചു മേളിക്കുന്ന ഒരിടമായിട്ടാണ് ഈ വനം സീതാദേവിക്ക് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? ഇനി കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നാണ്. അപ്പോൾ കാന്ത എന്ന് പറഞ്ഞാലോ, കാന്തൻ എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണല്ലേ? അതിൻ്റെ എതിർലിംഗം സ്ത്രീലിംഗം എന്താന്ന് പറയാമോ? കാന്തൻ എന്നുള്ളതിൻ്റെ എതിർലിംഗം കാന്ത. കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, കാന്ത എന്ന് പറഞ്ഞാലോ ഭാര്യ. ഇനി കാന്തനും കാന്തയുമല്ലാതെ വേറൊരു വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കാന്തി. പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാന്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഭംഗി എന്നാണ് അർത്ഥം കേട്ടോ. കാന്തൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, കാന്ത എന്ന് പറഞ്ഞാൽ ഭാര്യ, കാന്തി എന്ന് പറഞ്ഞാൽ ഭംഗി, ശോഭ എന്നൊക്കെയാണ് അർത്ഥം. ഇനി ഭർത്താവ് എന്നുള്ളതിന് വേറെ ഒരു പദം പറയാമോ? പതി എന്ന് പറയാം അല്ലേ? വല്ലഭൻ എന്ന് പറയാം. പതി എന്ന് പറഞ്ഞാലും കാന്തൻ എന്ന് പറഞ്ഞാലും വല്ലഭൻ എന്ന് പറഞ്ഞാലും അത് ഭർത്താവ് എന്ന അതേ മീനിങ് ആണ്. കേട്ടല്ലോ? കാന്തൻ എന്ന് പറഞ്ഞാലും
പതി എന്ന് പറഞ്ഞാലും വല്ലഭൻ എന്ന് പറഞ്ഞാലും ഭർത്താവ് എന്ന അതേ അർത്ഥമാണ്. ഇങ്ങനെ ഒരു വാക്കിന് അതേ അർത്ഥം വരുന്ന പല വാക്കുകൾ വന്നാൽ അവയെന്താ നമ്മൾ പറയുക? പര്യായ പദങ്ങളല്ലേ? ഒരേ അർത്ഥത്തിലുള്ള പല വാക്കുകൾ. അപ്പോൾ ഭർത്താവ് എന്നുള്ളതിന് ഒരു 2 പര്യായം പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറയും? നിങ്ങൾക്ക് എളുപ്പമുള്ളത് 2 പറഞ്ഞാൽ എന്തൊക്കെ പറയാം? 1 കാന്തൻ പറയാം അല്ലേ? 2 പതി എന്ന് പറയാം. അത് 2 നല്ലോണം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഭാര്യ എന്ന വാക്കിന് 2 പര്യായം പറയാമോ? അതേ മീനിങ് വരുന്ന വേറെ 2 പദങ്ങൾ ഇപ്പം പഠിച്ചില്ലേ? ഒരെണ്ണം ഭാര്യ എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്ന ഒരു പദം ഇപ്പം പഠിച്ചില്ലേ? ഏതാ പദം? കാന്ത. കേട്ടോ, കാന്ത എന്നുണ്ട്, പത്നി എന്നുണ്ട് കേട്ടോ. പത്നി അതെല്ലാവർക്കും അറിയാമല്ലോ. പത്നി എന്നുണ്ട്, വല്ലഭ എന്നുണ്ട്. നിങ്ങൾ എളുപ്പമുള്ളത് 2 വെച്ച് പഠിക്കണം. അപ്പോൾ കാന്തയും പിന്നെ പത്നിയും ഭാര്യ എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് കേട്ടോ. ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ് കാന്ത, പത്നി. ഭർത്താവ് എന്നുള്ളതിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയായിരുന്നു? കാന്തൻ, പിന്നെ പതി. മനസ്സിലായല്ലോ? ഇനി കാട് എന്നുള്ളതിൻ്റെ പര്യായം അറിയാമല്ലോ അല്ലേ? വനം, കാനനം ഒക്കെ കാട് എന്നുള്ളതിൻ്റെ പര്യായങ്ങളാണ്. പിന്നെ നീലോൽപ്പലം. നീലോൽപ്പലം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളം എന്നാണ് അർത്ഥം. നീല അധികം ഉൽപ്പലം എന്നാണ് നീലോൽപ്പലം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത്. അത് ഞാൻ എഴുതി കാണിച്ചു തരാം. ഇനി ഭംഗിയാർന്ന, ഭംഗിയുള്ള നഭസ്ഥലം. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം. നഭസ്ഥലം എന്ന് പറഞ്ഞാലും ആകാശദേശം ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നഭസ് അധികം സ്ഥലം ആണ് നഭസ്ഥലം. നഭസ് അധികം സ്ഥലമാണ് നഭസ്ഥലം. അപ്പം ഇത്രയും മനസ്സിലായെങ്കിൽ അടുത്ത 4 വരി കൂടി നമുക്ക് പഠിക്കാം. ഈ 4 വരി പഠിച്ചല്ലോ. നോക്കുക എത്ര മനോരമ്യം കാന്താ നിന്നുടൽ പോലഹോ നീലോൽപ്പല വനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം. തുടർന്നീ വണ്ണം മാർഗത്തിൽ മൗനം തേടുന്ന കാന്തനെ തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ടോതുമോരോന്നു ജാനകി. തുടർന്നീ വണ്ണം മാർഗത്തിൽ. ഇവർ ഇങ്ങനെ വനത്തിലൂടെ സഞ്ചരിക്കുകയൊക്കെയാണല്ലോ. ഈ സമയം മാർഗം വഴി, വഴി എന്നാണ് അർത്ഥമേ. മൗനം തേടുന്ന കാന്തനെ. ഇതുവരെയായിട്ട് ഈ സീതാദേവിയോടൊപ്പം ആരും ഒന്നും പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലല്ലേ? അപ്പം മൗനം തേടുക എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. ആരാണ് മൗനം തേടുന്നത്? മൗനം തേടുന്നത് കാന്തൻ, അവളുടെ കാന്തനാണ്. കാന്തൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞു? ഭർത്താവ്. ഇവിടെ സീതാദേവിയുടെ കാന്തൻ ആരാണ്? ശ്രീരാമൻ. അപ്പോൾ തുടർന്നീ വണ്ണം മാർഗത്തിൽ മൗനം തേടുന്ന കാന്തനെ. ഇപ്രകാരമൊക്കെ സീതാദേവി പറഞ്ഞിട്ടും അവളോടൊപ്പം ഉള്ള ശ്രീരാമൻ ഒരക്ഷരം പറയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്ന ഭർത്താവിനെ തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇങ്ങനെ വഴിയിലൂടെ ഇവർ യാത്ര ചെയ്ത് കാടൊക്കെ കണ്ടു പോവല്ലേ. അപ്പോൾ അവള് ഷാഠ്യത്തോടു കൂടി അവളുടെ ഭർത്താവിനെ തോളിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് ഊതുമോരോന്നു ജാനകി. ഊതുക എന്ന് പറഞ്ഞാൽ പറയുക. അവള് അദ്ദേഹത്തെ തോളിൽ പിടിച്ചവിടെ നിർത്തിയിട്ട് ഞാൻ പറയുന്നത് കേട്ടേന്നുള്ള രീതിയിൽ ഈ വനഭംഗിയെക്കുറിച്ച് ശ്രീരാമദേവനോട് ഓരോന്നോരോന്ന് പറയുകയാണ്. തുടർന്നീ വണ്ണം, ഇപ്രകാരം അവൾ ഓരോന്ന് പറഞ്ഞിട്ട് മാർഗത്തിൽ, വഴിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാട്ടിലെ വഴിയിലൂടെ നടക്കുകയാണേ. ഈ സമയത്ത്
മൗനം തേടുന്ന കാന്തൻ. ശ്രീരാമൻ എന്ത് ചെയ്യുക? ശ്രീരാമൻ എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അല്ലേ? കാട്ടിൽ എന്തൊക്കെ കാഴ്ചകളുണ്ട്, ദാ നമ്മൾ തന്നെ ഇവിടെ കാണുന്നില്ലേ? കാട്ടിലൂടെ മാൻ പോകുന്നുണ്ട്, പൊയ്കയിൽ ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ? അരയന്നമുണ്ട്, വൃക്ഷങ്ങളുണ്ട് എന്ന് വേണ്ട എന്തൊക്കെ ഭംഗിയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ സീതാദേവി അങ്ങനെ നന്നായിട്ട് ആസ്വദിക്കുകയാണ്. ആ ആസ്വദിക്കുമ്പോൾ അവളുടെ കണവൻ എന്ന് പറഞ്ഞാലും ഭർത്താവാണ് കേട്ടോ, അവളുടെ ഭർത്താവായ ശ്രീരാമദേവൻ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. തുടർന്നിവണ്ണം മാർഗത്തിൽ മൗനം തേടുന്ന കാന്തനെ. മൗനമായി ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന അവളുടെ ഭർത്താവിനെ തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഓതും ഓരോന്നു ജാനകി. തോളിൽ പിടിച്ചു നിർത്തിയിട്ട് അവൾ ഓതും. ഓതുക എന്ന് പറഞ്ഞാൽ പറയുക, ഓതുക എന്ന് പറഞ്ഞാൽ പറയുക. തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ ഓരോന്നു പറഞ്ഞു. ആര് പറഞ്ഞു? ജാനകി. നമ്മൾ ഇത്രയും നേരം ആരുടെ കാര്യമാണ് പറഞ്ഞത്? സീതയുടെ കാര്യം. സീത എന്നുള്ള വാക്ക് ഇവിടെ കണ്ടില്ലല്ലോ, അപ്പോൾ പിന്നെ സീത എന്ന് പകരമുള്ള വാക്ക് ഇവിടെ കാണും അല്ലേ? സീത എന്നർത്ഥം വരുന്ന വേറൊരു പദം ഇവിടെ ഉണ്ടോ? പറയാമോ നിങ്ങൾക്ക്? ഉണ്ട് കേട്ടോ. ജാനകി എന്നൊരു വാക്ക് കണ്ടോ? ജാനകി എന്ന് പറഞ്ഞാൽ അത് സീതയാണ്. സീതയ്ക്ക് എങ്ങനെയാ ജാനകി എന്നൊരു പേര് വന്നത്? അതറിയാവോ? ജനക മഹാരാജാവിൻ്റെ മകളാണ് സീത. ജനക മഹാരാജാവിൻ്റെ പുത്രി ആയതുകൊണ്ട് സീതയ്ക്ക് ഏത് പേരുണ്ട്? ജാനകി. അല്ലെങ്കിൽ ജനകന്റെ പുത്രി ആയതുകൊണ്ട് സീതയെ എങ്ങനെ വിളിക്കാം? ജാനകി എന്ന് വിളിക്കാം. ദശരഥന്റെ പുത്രനായതുകൊണ്ട് ശ്രീരാമനെ നമുക്ക് എന്ത് വിളിക്കാം? ദശരഥന്റെ പുത്രനായതുകൊണ്ട് ദാശരഥി എന്ന് വിളിക്കാം കേട്ടോ. അങ്ങനെ നാമത്തിൽ നിന്നും വിശേഷണത്തിൽ നിന്നും ഒക്കെ വേറെയും നാമങ്ങൾ ജന്മമെടുക്കാറുണ്ട്. നിങ്ങൾ ഇവിടെ ഏതാനും ഉദാഹരണങ്ങൾ പഠിക്കുക. അപ്പോൾ ജാനകി എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? സീത തന്നെയാണ്. അയ്യോ, സീത എന്നുള്ള പേര് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ, ആ സ്ഥാനത്ത് ദാ ജാനകി കിടക്കുന്നു എന്നൊന്നും സംശയിക്കണ്ട കേട്ടോ. ജാനകി ആരാണ്? സീത തന്നെയാണ്. എങ്ങനെയാ സീതയ്ക്ക് ജാനകി എന്നുള്ള പേര്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ജനകന്റെ പുത്രി ആയതുകൊണ്ട് സീതയെ എന്ത് പേരിട്ട് വിളിക്കാം? ജാനകി എന്ന് വിളിക്കാം. ദ്രോണരുടെ പുത്രനായതുകൊണ്ട് അശ്വത്ഥാമാവിനെ ദ്രൗണി എന്ന് വിളിക്കും. ദ്രോണരുടെ പുത്രനായതുകൊണ്ട് അശ്വത്ഥാമാവിനെ എന്ത് വിളിക്കാം? ദ്രൗണി എന്ന് വിളിക്കാം. പാഞ്ചാല രാജാവിൻ്റെ പുത്രിയായതുകൊണ്ട് ദ്രൗപദിയെ പാഞ്ചാലി എന്ന് വിളിക്കും. അതേപോലെ ഗാന്ധാര രാജാവിൻ്റെ പുത്രിയായതുകൊണ്ട് ഗാന്ധാരി. ഇതേപോലെ ജനകന്റെ പുത്രിയായതുകൊണ്ട് സീതയെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ജാനകി എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നടന്നുപോയ ശ്രീരാമനെ തോളിൽ പിടിച്ചു നിർത്തിയിട്ട് സീത ഓരോരോ വിശേഷങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ ആസ്വദിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ സൗന്ദര്യം, കാടിൻ്റെ സൗന്ദര്യം, ദാ ആകാശത്തിൻ്റെ നിറം കണ്ടോ? ആ ഒരു നീലിമ, ആ നീലിമയാണ് ഇതിനെല്ലാം. അപ്പോൾ ആ ആകാശത്തിൻ്റെ ഭംഗി കൊണ്ട് കാടിന് ഭംഗി, കാടിൻ്റെ ഭംഗി കൊണ്ട് ആകാശത്തിന് ഭംഗി, ശ്രീരാമദേവൻ്റെ ഭംഗി കൊണ്ട് കാടും ആകാശവും എല്ലാം ഭംഗിയായിരിക്കുന്നു. ഇങ്ങനെ ആകെപ്പാടെ സീതാദേവിയുടെ കണ്ണിൽ സൗന്ദര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നുകൂടി നോക്കിക്കോളൂ. തുടർന്നീ വണ്ണം മാർഗത്തിൽ മൗനം തേടുന്ന കാന്തനെ തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഓതും ഓരോന്ന് ജാനകി. ആരാ ഓരോന്നോരോന്ന് പറഞ്ഞു നടന്നുപോയ ശ്രീരാമദേവനെ തോളിൽ പിടിച്ച് നിർത്തിയത്? ജാനകി. നിർത്തിയിട്ട് എന്താ ചെയ്യുന്നത്? ഓരോന്നോരോന്ന്
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണിവർ? കാട്ടിലെ മാർഗത്തിൽ. മാർഗം മീൻസ് വഴിയിൽ. ശ്രീരാമദേവൻ ഈ സമയം എന്ത് ചെയ്യുകയാണ്? മൗനം തേടുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. ആരാണ് മൗനം തേടുന്നത്? ശ്രീരാമൻ. ശ്രീരാമനെ തോളിൽ പിടിച്ചു നിർത്തിയത് ആരാണ്? ജാനകി. തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഓരോന്ന് ഓതിയത് ആരാണ്? ജാനകി. ഓതുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പറയുക. പിടികിട്ടിയോ? അപ്പോൾ നമ്മളിന്ന് 2 ഖണ്ഡമാണ് പഠിച്ചല്ലേ, 2 സ്റ്റാൻസ പഠിച്ചു. നോക്കുക എത്ര മനോരമ്യം കാന്ത നിന്നുടൽ പോലഹോ നീലോൽപലവനത്തിൻ്റെ ഭംഗിയാർന്ന നഭസ്ഥലം, അത് പഠിച്ചു. തുടർന്നീ വണ്ണം മാർഗത്തിൽ മൗനം തേടുന്ന കാന്തനെ തോളിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് ഓതും ഓരോന്ന് ജാനകി. ഈ 8 വരി പഠിച്ചു. ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായല്ലോ. നീലോൽപലം എന്ന വാക്ക് കണ്ടോ? നീലോൽപലം പിരിച്ചെഴുതുന്നത് നീല അധികം ഉൽപ്പലം. നീല അധികം ഉൽപ്പലം, നീലോൽപലം. അതേപോലെ നിർത്തിക്കൊണ്ട് ഓതുക, നിർത്തിക്കൊണ്ടോതുക, അത് പിരിച്ചെഴുതുന്നത് നിർത്തിക്കൊണ്ട് അധികം ഓതുക. ഇങ്ങനെ നിങ്ങൾ എഴുതി നോക്കണം. ഇനി നമ്മുടെ പഠിച്ച ഭാഗത്തിനകത്ത് ജാനകി എന്നൊരു പദം കണ്ടായിരുന്നല്ലോ. ജാനകി എന്ന് പറഞ്ഞാൽ അത് സീതയാണെന്ന് പറഞ്ഞു. എങ്ങനെയാ സീതയ്ക്ക് ജാനകി എന്ന പേര് വന്നേ? ജനകൻ്റെ മകൾ. അതേപോലെ ദാശരഥി. ദാശരഥി എന്ന് പറഞ്ഞാൽ ശരിക്കും ശ്രീരാമനാണ്. ദശരഥൻ്റെ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് ശ്രീരാമന് ദാശരഥി എന്ന പേര്. അതേപോലെ മാരുതി. മാരുതി എന്ന് പറഞ്ഞാൽ ഹനുമാനാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മരുത്തിൻ്റെ പുത്രനായതുകൊണ്ടാണ് ഹനുമാനെ മാരുതി എന്ന് വിളിക്കുന്നത്. മരുത്ത് എന്ന് പറഞ്ഞാൽ കാറ്റ്, വായു ഭഗവാന്റെ പുത്രനായതുകൊണ്ട് ഹനുമാനെ മാരുതി എന്ന് വിളിക്കുന്നു. ഇനി നോക്കിക്കേ, സൗമിത്രി. സൗമിത്രി എന്ന് പറഞ്ഞാൽ അതാരാ? ലക്ഷ്മണൻ, ശ്രീരാമൻ്റെ അനുജനാണ്. ലക്ഷ്മണനെ സൗമിത്രി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സുമിത്രയുടെ പുത്രൻ. സുമിത്രയുടെ പുത്രനായതുകൊണ്ട് ലക്ഷ്മണനെ സൗമിത്രി എന്നും വിളിക്കാം. ഇതേപോലെയാണ് ദ്രോണരുടെ പുത്രൻ ദ്രൗണിയായതും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുമ്പ്. അപ്പോൾ ഈ രീതിയിലുള്ള പദങ്ങളും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം.